ഹായ്. നമ്മളിന്ന് ബിൽഡ് ചെയ്യാൻ പോകുന്നത് ഒരു ഫുൾ ഫങ്ഷണൽ വെബ് ആപ്ലിക്കേഷൻ ആണ് വിതൗട്ട് റൈറ്റിംഗ് എ സിംഗിൾ ലൈൻ ഓഫ് കോഡ്. നോ HTML, നോ CSS, നോ JavaScript. ഈ വെബ് ആപ്ലിക്കേഷൻ എങ്ങനെ വർക്ക് ചെയ്യണം എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ബിൽഡ് ചെയ്യാൻ പറ്റും. ഇതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് രണ്ട് ഇമ്പോർട്ടൻറ്റ് ടൂളാണ്. ഒന്ന്, ഫ്രണ്ട് എൻഡിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ലവബിൾ ആണ്. ലവബിളിൽ നമ്മൾ വെബിന്റെ അവരുടെ വെബ് ആപ്ലിക്കേഷന്റെ ഫ്രണ്ട് എൻഡ് നമ്മൾ ബിൽഡ് ചെയ്യും. ബാക്ക് എൻഡ് പ്രോസസ് മൊത്തം ഹാൻഡിൽ ചെയ്യുന്നത് N8N ആയിരിക്കും. ഈ രണ്ട് ടൂളും നോ കോഡ് ടൂൾസ് ആണ്. നമ്മൾ ഇന്ന് ബിൽഡ് ചെയ്യാൻ പോകുന്ന ആപ്ലിക്കേഷൻ ഒരു ഫേക്ക് ലീവ് റിക്വസ്റ്റ് ജനറേറ്റർ ആണ്. അതൊരു യൂസറിന് ഒരു റീസൺ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഫേക്ക് ലീവ് റിക്വസ്റ്റ് ഈ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യും. ഓക്കെ, നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ആദ്യം നമ്മൾ പോകുന്ന ലവബിൾ ആണ്. ലവബിൾ ഈസ് എ സൂപ്പർ ഹ്യൂമൻ ഫുൾ സ്റ്റാക്ക് എഞ്ചിനീയർ ആണ്. അതായത് ഒരു ഫുൾ സ്റ്റാക്ക് ബാക്ക് എൻഡും ഫ്രണ്ട് എൻഡും ലവബിൾ ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ ഈ ആപ്ലിക്കേഷന് നമ്മൾ ഫ്രണ്ട് എൻഡ് മാത്രമാണ് ലവബിളിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാൻ ഇവിടെ കൊടുക്കാൻ പോകുന്നത് ഹെൽപ് മീ ക്രിയേറ്റ് എ വെബ് പേജ് കോൾ ഫേക്ക് ലീവ് റീസൺ മെസ്സേജ് ജനറേറ്റർ വെർ യൂസർ ക്യാൻ സബ്മിറ്റ് ദെയർ റീസൺ. Make it simple and clean design. Entry ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും Lovable will start designing your web application. You can see here I'm excited to help you create a fake leave reason message generator. It's writing the index.css. Okay, I can see here is actually generate your leave message, name, leave date, excuse. Okay, ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് നമുക്ക് actually we need in a different way. I'm actually asking, can you please remove the name, leave date and excuse. Give me a input form the reset to the center of the page. Okay, now we can enter it. Now actually you can see here Lovable is actually updating this one. It's modifying the leave message generator to simplify the form and center it on the page. Okay, I can see here and the form actually കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ടുണ്ട്. ലീവ് റീസൺ മെസ്സേജ് ജനറേറ്റർ, ജനറേറ്റ് യുവർ ലീവ് മെസ്സേജ്, യുവർ റീസൺ ഇവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ജനറേറ്റ് എന്ന് കൊടുക്കുമ്പോൾ ഇറ്റ് ഹാസ് ടു ജനറേറ്റ് ദി എക്സ്ക്യൂസ്. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് എൻഡ് ഞാനിവിടെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞു. നൗ ജനറേറ്റ് എക്സ്ക്യൂസ് ടാപ്പ് ചെയ്യുമ്പോൾ N8N ഒരു വർക്ക് ഫ്ലോ ആണ് ഇത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഇനി അതാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് ഗോ ഓവർ ഹിയർ ഓൺ വർക്ക് ഫ്ലോ ഓട്ടോമേഷൻ. ഞാൻ ആദ്യം ചെയ്യുന്നത് N8N നിങ്ങൾ ആദ്യമായിട്ടാണ് ആക്ച്വലി എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ആക്ച്വലി എങ്ങനെയാണ് ഒരു AI ഏജന്റ് N8N ബിൽഡ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ട്യൂട്ടോറിയൽ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ വീഡിയോയുടെ ടാഗ് ചെയ്യാം, യു ക്യാൻ ഗോ ആൻഡ് വാച്ച്. അതിൽ ഞാൻ എൻഡ് ടു എൻഡ് ബേസിക് ആയിട്ട് ഒരു കംപ്ലീറ്റ് AI ഏജന്റ് എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നുള്ളത് കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ആഡ് ചെയ്യേണ്ടത് വെബ് ഹുക്ക് ആണ്. കാര്യം വെബ് ഹുക്കിൽ നിന്നാണ് നമുക്ക് ഈ ഡേറ്റ ഇങ്ങോട്ട് വരേണ്ടത്. സോ ഞാൻ വെബ് ഹുക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ ഗെറ്റിന് പകരം യു നീഡ് ടു ചേഞ്ച് ദിസ് ടു പോസ്റ്റ്. ഓക്കെ, ദെൻ ഈ ഓതന്റിക്കേഷൻ ബാക്കിയെല്ലാം ഇങ്ങനെ തന്നെ വയ്ക്കുക. കാര്യം ഓതന്റിക്കേഷൻ ഞാൻ ഇവിടെ കൊടുക്കുന്നില്ല. ദെൻ ദിസ് ഈസ് ആക്ച്വലി യുവർ URL. ഇതിലാണ് വെബ് ഹുക്ക് കോൾ ചെയ്യേണ്ടത്. Now I need to add an AI agent. ഞാൻ ഇവിടെ ഒരു എക്സ്ക്യൂസ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മെസ്സേജ് ആണ് നമുക്ക് ആക്ച്വലി ഈ വർക്ക് ഫ്ലോയിൽ വരേണ്ടത്. റൈറ്റ്, നൗ ഇത് വന്നു കഴിഞ്ഞാൽ അടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു AI ഏജന്റ് ആണ് ഇത് പ്രോസസ് ചെയ്യേണ്ടത്. നൗ ക്ലോസ് ദിസ് വൺ. ഇതിന് ആക്ച്വലി LLM മോഡൽ കണക്ട് ചെയ്യുക. യു ക്യാൻ ആക്ച്വലി കണക്ട് ആൻട്രോപിക് ഓർ ഡീപ് സീക്ക് ഓർ വാട്ട് എവർ ഇറ്റ് ഈസ്. ഞാനിവിടെ ആക്ച്വലി OpenAI ആണ് കണക്ട് ചെയ്യാൻ പോകുന്നത്. നൗ ഐ എം കണക്ടിങ് ദ OpenAI കണക്ട് ആയി. ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് ആണ്. ഔട്ട്പുട്ട് എടുക്കേണ്ടത് വെബ് ഹുക്ക് റെസ്പോൺസ് ആണ്. ഓക്കെ, വെബ് ഹുക്ക് റെസ്പോൺസ്. കാര്യം ഇവിടെ വരുന്ന റെസ്പോൺസ് ഇതിൽ നിങ്ങൾ വേറെ സെറ്റിംഗ്സ് ഒന്നും ചേഞ്ച് ചെയ്യേണ്ടി വരുന്നില്ല. വെബ് ഹുക്കിൽ വരിക. ഇവിടെ നിങ്ങൾ ചേഞ്ച് ചെയ്യേണ്ടത് യൂസിങ് റെസ്പോൺസ് ടു വെബ് ഹുക്കിനോടാണ് യൂസ് ചെയ്യേണ്ടത്. കാര്യം നമുക്ക് ഇവിടെ വരുന്ന ഇൻപുട്ടിനെയാണ് തിരിച്ച് നമ്മൾ അവിടെ പോസ്റ്റ് ചെയ്യേണ്ടത്. റൈറ്റ്, സോ ഈ ഒരു സെറ്റപ്പ് ഇപ്പോൾ ബേസിക് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ചെയ്യാനുള്ളത് യു നീഡ് ടു കോപ്പി ദിസ് URL. ഓക്കെ, ഈ URL കോപ്പി ചെയ്തതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, യു നീഡ് ടു ഗോ ടു യുവർ ലവബിൾ ഡാഷ്ബോർഡിൽ പോവുക. ഞാനിവിടെ എൻട്രി ചെയ്യാൻ പോകുന്നത് വെൻ യൂസർ ക്ലിക്ക് ജനറേറ്റ് എക്സ്ക്യൂസ് അതായത് എക്സ്ക്യൂസ് ബട്ടൺ സെൻഡ് ദി ഡേറ്റ ടു ദിസ് വെബ് ഹുക്ക് ആസ് എ പോസ്റ്റ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ഈ കോപ്പി ചെയ്ത വെബ് ഹുക്ക് റിക്വസ്റ്റ് ആണ് URL ആണ് ഞാൻ ഇവിടെ എൻറ്റർ ചെയ്യുന്നത്. ഓക്കെ, നൗ ഗോ. യു ക്യാൻ സീ I will update the leave message generator to send the user input to the specific web hook when they click the generate excuse button. Let's see. Okay, I have updated the application to send user reason to the specific web hook when they click the excuse generate excuse button. Now we can actually go ahead and test this one. Okay, നമ്മളിവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ വെബ് ഹുക്കിൽ വരിക, എന്നിട്ട് ഈ ലിസൺ ടു ടെസ്റ്റ് ഇവന്റ് എന്ന് പറയുന്നത് ഓൺ ചെയ്യുക. ലിസൺ ടു ടെസ്റ്റ് ഇവന്റ് ഓൺ ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ ആക്ച്വലി സ്റ്റാർട്ട് ലിസണിങ്. എന്നിട്ട് നിങ്ങൾ ആക്ച്വലി നമ്മൾ ലവബിളിൽ തിരിച്ചു വരിക. ദെൻ ഓവർ ഹിയർ വി നീഡ് ടു ഗിവ് വൺ റീസൺ ആൻഡ് എക്സിക്യൂട്ട് ദിസ് വൺ. കാര്യം ഈ ഒരു ഇത് ജനറേറ്റ് എക്സ്ക്യൂസ് കൊടുക്കുമ്പോൾ അവിടെ ബാക്ക് എൻഡിൽ ഇൻഫർമേഷൻ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനാണ്. സോ ഐ എം ആക്ച്വലി ഗോയിങ് ടു ആഡ് ഹിയർ ഐ നീഡ് എ ലീവ് റിക്വസ്റ്റ് മെസ്സേജ് ടു സെൻഡ് ഇറ്റ് ടു മൈ ബോസ്. ഓക്കെ, നൗ ജനറേറ്റ് എക്സ്ക്യൂസ്. Now it is sending the data. Now you can go over here and see here. See, ഇവിടെ ഈ ഇൻഫർമേഷൻ ക്യാപ്ചർ ആയി കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇവിടെ നോക്കി കഴിഞ്ഞാൽ അതാണ് നിങ്ങൾക്ക് ഇവിടെ അറിയാൻ പറ്റുന്നത്. ബോഡിയിൽ ഐ നീഡ് എ ലീവ് റിക്വസ്റ്റ് മെസ്സേജ് ടു സെൻഡ് ടു മൈ ബോസ്. വെബ് ഹുക്ക് URL ഇവിടെ വരുന്നുണ്ട്. എക്സിക്യൂഷൻ ടെസ്റ്റ് ആണെന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ,
Now what we need to do is നമ്മൾ ഇനി AI ഏജന്റിൽ വരിക. ഇവിടെ ഈ കണക്റ്റഡ് ചാറ്റ് ട്രിഗർ നോഡ് എന്ന് പറയുന്നത് മാറ്റി ഡിഫൈൻഡ് കൊടുക്കുക. ഡിഫൈൻഡ് നമ്മൾ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അവിടുത്തെ ഇൻഫർമേഷൻ വരുന്നത് റീസൺ എന്ന് പറയുന്നതാണ് ഇൻഫർമേഷൻ. ഐ നീഡ് എ ലീവ് റിക്വസ്റ്റ് മെസ്സേജ് സെൻഡ് ടു ബോസ്. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ യു ക്യാൻ ആക്ച്വലി ഗേവ് റീസൺ ആസ് ദിസ് വൺ. ഓക്കെ, റീസൺ എന്ന് പറയുന്നത് നമ്മളിവിടെ കൊടുത്തു കഴിഞ്ഞു. അപ്പൊ റീസൺ എന്ന് പറയുന്നത് ഇവിടെ ഡൈനാമിക് ആയിട്ട് എന്താണോ യൂസർ കൊടുക്കുന്നത് അതാണ് ഇവിടെ റീസൺ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വി നീഡ് ടു ആഡ് എ സിസ്റ്റം മെസ്സേജ്. അതായത് ഈ മെസ്സേജ് ഇവിടെ വന്നു കഴിഞ്ഞു എന്താണ് ഈ AI ഏജന്റ് ചെയ്യേണ്ടത് അതാണ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്യുന്നത്. ഞാനിവിടെ എൻ്റർ ചെയ്യുന്ന സിസ്റ്റം മെസ്സേജ് എന്ന് പറഞ്ഞാൽ യു ആർ എ എക്സ്ക്യൂസ് ജനറേറ്റിംഗ് ഏജന്റ്, ജനറേറ്റർ ഏജന്റ്. You are an excuse generator agent. Your job is to create a clever and good message to help user generating fake leave message. Okay, output guideline കൊടുത്തിട്ടുണ്ട്. Only return the excuse message, make the excuse reliable. Okay, ഇതാണ് ഞാൻ ചെയ്യുന്നത്. Now we can actually go ahead and test this event. You can see here, I hope this message you find you well. I'm writing to request a leave absence due to my personal matter that require my immediate attention. I assure you I will ensure all responsibility managed before my leave and provide my necessary handover. Best regard, your name. So over here you can see here tweak എന്ന് പറഞ്ഞാൽ you can actually change output guideline അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു particular sign of message വേണം, whatever you can actually prompt the system to tweak accordingly. Okay, ഇത് കഴിഞ്ഞ് ഞാനിത് ക്ലോസ് ചെയ്യുന്നു. രണ്ടാമത് റെസ്പോൺസ് വരുന്നത് എന്താണ്, നമ്മൾ ഓൾറെഡി ഇവിടെ കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. യൂസിങ് റെസ്പോൺസ് ടു വെബ് ഹുക്ക് നോഡ് ആണ് ഇതിന് റെസ്പോൺസ് ആയിട്ട് കിട്ടേണ്ടത്. റൈറ്റ്, ഇനി അടുത്ത് ഞാൻ ആക്ച്വലി നമുക്കിനി അവിടെ ആ ഇപ്പൊ നമ്മൾ ബാക്ക് എൻഡിൽ ജനറേറ്റ് ചെയ്ത ആ മെസ്സേജ് ആണ് നമുക്കിനി ഫ്രണ്ട് എൻഡിൽ യൂസറിനെ കാണിക്കേണ്ടത്. അത് ഞാൻ ഇവിടെ ചെയ്യുന്നത് പറഞ്ഞാൽ I'm asking Lovable, when the data get sent to webhook, we wait for the response from the webhook and then the output in the field say that here is your excuse. Okay, അതായത് ഈ മെസ്സേജ് തിരിച്ച് ആ വെബ്ഹൂക്കിൽ തിരിച്ച് മെസ്സേജ് എടുക്കുക, ഇവിടെ here is your excuse എന്ന് പറഞ്ഞിട്ട് ഒരു ഔട്ട്പുട്ട് ബ്ലോക്കിൽ ഇത് കാണിക്കുക. അതാണ് ഞാൻ പ്രോംപ്റ്റ് ചെയ്യുന്നത്. Now go ahead and enter this prompt. Okay, I modified the code to wait for the response from webhook and display the response instead of generating a message locally. Let me implement this change. Okay, now let's see. Okay, ഇനി നമുക്ക് നമ്മുടെ ബാക്കെൻഡിൽ ഇപ്പോൾ നമ്മൾ ഇൻഫർമേഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. Now what you need to do is ബാക്കെൻഡിൽ വന്നിട്ട് ഈ ടെസ്റ്റ് വർക്ക് ഫ്ലോ എനേബിൾ ചെയ്യുക, so that it will actually ready to accept message. Okay, കാരണം നമ്മൾ ഇനാക്റ്റീവ് മോഡിലാണ്, so you need to enable this one. എന്നിട്ട് ഞാൻ ആക്ച്വലി ഇപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിൽ വന്നിട്ട് I'm actually entering a message known as I need a leave request message to send to my teacher. Let's see, generate excuse. Okay, see ഇവിടെ message വന്നിട്ടുണ്ട്. Here is your excuse, dear teacher, I hope this message find you well. I am writing to inform you that I am unable to attend the class on specific day due to a family commitment that required my immediate attention. I appreciate your understanding and will ensure to catch up on a missed assignments. Okay, so over here you can see here നമ്മുടെ സിസ്റ്റം ആക്ച്വലി മെസ്സേജ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞു. യു ക്യാൻ ആക്ച്വലി കോപ്പി ഇറ്റ് ആൻഡ് യു ക്യാൻ ഡു ദാറ്റ്. ഇനി ഇത് നിങ്ങൾക്ക് ആക്ച്വലി ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് ഫ്ലോയിലാണ് ഇരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ആക്ച്വലി ഇത് കൺവേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ ആക്ച്വലി കൺവേർട്ട് ദിസ് ഇൻ ടു ആക്ടിവേറ്റ് ചെയ്തിട്ട് യു ക്യാൻ ആക്ച്വലി ചേഞ്ച് ഹിയർ യു ക്യാൻ ഗോ ഓവർ ഹിയർ. ഇതിന് ടെസ്റ്റ് URL നിന്ന് പ്രൊഡക്ഷൻ URLോട്ട് ചേഞ്ച് ചെയ്യുക. എന്നിട്ട് അവിടെയും വെബ് ഹുക്കിൽ ആ URL ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓൾ ടൈമിലും ആക്ച്വലി ലൈവിലായിരിക്കും റണ്ണിങ് ആവുന്നത്. നൗ ഇഫ് യു വാണ്ട് ടു ചേഞ്ച് സം എലിമെന്റ്സ് ഔട്ട് ഹിയർ, ഇപ്പോൾ എക്സാമ്പിൾ ഇതിപ്പം ഒത്തിരി പ്ലെയിൻ ആയിട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് അല്ലെ, so we can actually say like add some icons in the header. Okay, you can see here had some icons in the header. It will actually go ahead and add. So if you want to add image, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സാമ്പിൾ റെഫറൻസ് ഉണ്ട്, നിങ്ങൾക്ക് you want to convert this into some landing pages നിങ്ങൾ കണ്ടതുപോലെയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലും you can actually convert it. In this way you can actually build a complete web application using N8N and Lovable. ഇനി നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾക്ക് ഇപ്പോൾ യൂസർ ഓതന്റിക്കേഷൻ കൊടുക്കണം, അതായത് ആൾക്കാർ ലോഗിൻ ചെയ്തിട്ട് വേണം ആക്ച്വലി ഇത് കാണണം എന്നുണ്ടെങ്കിൽ സൂപ്പർബേസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. സോ ഈ സെയിം ലോജിക് തന്നെയായിരിക്കും എനി കൈൻഡ് ഓഫ് ആപ്ലിക്കേഷൻസ് ജനറേറ്റ് ചെയ്യാനായിട്ടുള്ളത്. അത് LLM യൂസ് ചെയ്തിട്ടായിരിക്കാം, ബേസിക് ഇതായിരിക്കാം. ഇപ്പോൾ എക്സാമ്പിൾ മോട്ടിവേഷൻ കോഡ് ജനറേറ്റർ ആണെങ്കിൽ ഈ സെയിം ലോജിക് തന്നെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. or else മൂവി ഫൈൻഡർ, ബെസ്റ്റ് മൂവി ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ആപ്പ് ജനറേറ്റ് ചെയ്യണമെങ്കിലും യു ക്യാൻ യൂസ് ദ സെയിം ലോജിക് ആൻഡ് ബിൽഡ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. N8N അല്ലെങ്കിൽ AI ഏജന്റ്, നോ കോഡ് ടൂൾസിനെ പറ്റി കൂടുതൽ ഇങ്ങനത്തെ ട്യൂട്ടോറിയൽസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ടു മൈ ചാനൽ.